ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഉണ്ടാക്കുവാണ് നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. आज हम बनाने जा रहे केरला का पालപ്പം. दिखाएंगे कैसे. ഞാൻ 6 മണിക്കൂർ 1 കപ്പ് പച്ചരി വെള്ളത്തിൽ ഇട്ടതാണ്. 6 घंटा भिगो के रखा है अरवा चावल. इसका पानी निकाल के पीसेंगे. ഇതിന്റെ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് അരയ്ക്കാം. വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. पानी निकाल के रखा है अरवा चावल मिक्सी का जार में डाल दे. ഇതിനകത്തോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. इसमें 1/2 कप पानी डालेंगे. अच्छे से पीस के आएंगे. നല്ലതായിട്ട് അരച്ചിട്ട് വരാം. ഇത് നല്ലതായിട്ട് ഞാൻ അരച്ചിട്ടുണ്ട്. ये अच्छे से पीस के आया है. इसमें अभी डाल दे 1/2 टीस्पून ഈസ്റ്റ്. നല്ല ഫ്രഷ് ആയിട്ടിരുന്നാൽ നമ്മുടെ പാലപ്പം അത്രയും നല്ലതായിട്ടിരിക്കും. 1/2 टीस्पून ഈസ്റ്റ് डाल दे. फ्रेश ഈസ്റ്റ് होने से അപ്പം भी अच्छा लगेगा. इसमें और डाल दे 1/2 कप കുക്ക്ഡ് റൈസ്. 1/2 കപ്പ് ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനുള്ള നല്ലതായിട്ട് അരച്ചിട്ട് വരാം. അച്ചാസെ പീസ് के आएंगे. നമ്മൾ ചോറും ഈസ്റ്റും ഒക്കെ ഇട്ട് നല്ലതായിട്ട് അരച്ച് കഴിഞ്ഞു. അച്ചാസെ പീസ് के आया है. एक बर्तन में डाल दे. നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ ഈ അരച്ച് വെച്ച മാവ് അടച്ച് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ये अच्छे से पीस के रखा है. अच्छे से बंद करके 3 घंटा थोड़ा रेस्ट करने के लिए रखेंगे. ഇപ്പം അരച്ച മാവാണ് ഇത്. बैटर अभी पीस के रखा है. ഇത് ഞാൻ 3 മണിക്കൂറിന് മുമ്പേ അരച്ച് വെച്ചാണ് സെയിം प्रोसेस में ये 3 घंटा का पहले बना के रखा है. अच्छे से फुला है. നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. इसका नमक डाल दे. इसमें 1 स्पून चीनी, 1 स्पून पंचदारയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. अच्छे से मिला के रखेंगे. देखिए अच्छे से फुला है. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനകത്ത് നല്ലതായിട്ട് പഞ്ചസാരയും ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. चीनी और नमक डाल के अच्छे से मिक्स करके रख दीजिएगा. अभी हम आधा नारियल लिया है. പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. अच्छे से पीस के आएंगे. इसमें आधा कप पानी भी डाल के अच्छे से पीसना है. 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് അരച്ചിട്ടെടുക്കാം. ഈ അരച്ച തേങ്ങ നമുക്കൊന്ന് അരിച്ചെടുക്കാം. नारियल पीस के रखा था. छन्नी में डाल के इसका दूध निकाल देंगे. നമുക്ക് ഇതിന്റെ പാലെടുക്കാം. 1/2 കപ്പ് തേങ്ങാപ്പാലുണ്ട്. आधा कप कोकोनट दूध मिला है. अभी इसमें डाल दे. थोड़ा थोड़ा डाल दीजिएगा. കുറച്ച് കുറച്ച് നമുക്ക് ഒഴിക്കാം. അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ബാക്കി ഒഴിച്ചെടുക്കാം. और थोड़ा पतला करने के लिए तो मुझे हम ഒഴിക്കാം. ये पूरा डाल दिया है. अच्छे से मिला दीजिए. ബാക്കി കൂടെ ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 मिनट रेस्ट करने के लिए रखेंगे. 10 मिनट ആയി കഴിഞ്ഞു. അപ്പത്തിൻ്റെ മാവ് റെഡി ആയി കഴിഞ്ഞു. 10 मिनट हो गया. हम लोग का അപ്പം का बैटर रेडी हो गया. देखिएगा ऐसा कंसिस्टेंसी होना चाहिए. ഇങ്ങനെ വേണം നമ്മുടെ പാലപ്പത്തിൻ്റെ മാവിരിക്കാൻ. ഒത്തിരി നീണ്ടും പോകരുത്. ഞാൻ പറഞ്ഞ കണക്കിൽ എടുക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ഇതേപോലെ കിട്ടും. നമ്മുടെ പാലപ്പം ചട്ടി ചൂടായി കഴിഞ്ഞു. ये पैन में അപ്പം बनाता है. 1 स्पून डाल दे और थोड़ा भी डाल दे. നമുക്ക് 1 സ്പൂണും ഇത്തിരി കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ऐसे देखिए ऐसे कर दीजिएगा. बीच में थोड़ा होना चाहिए. നടുക്ക നമുക്ക് ഇത്തിരി ബാറ്റർ വേണം. ബന്ദ് करके देखेंगे. അത് നോക്കാം. അപ്പം റെഡി हो गया. അപ്പം ആയി കഴിഞ്ഞു. നമുക്ക് എടുക്കാം. देखिए ये विदाउट ऑयल का അപ്പം है. നമ്മുടെ ഈ അപ്പത്തിന് നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് നമുക്ക് ഒട്ടും എണ്ണയുടെ ആവശ്യമില്ല. നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. दोबारा भी डालेंगे. ऐसा राउंड कर दीजिएगा. बीच में ऐसा थोड़ा होना चाहिए. बंद करके रख दीजिए. ये पैन अमेज़न में अवेलेबल है. पैन नॉन स्टिक है इसलिए इसमें बिल्कुल तेल लगाना नहीं चाहिए. ഇവിടെ അപ്പം നോക്കിക്കേ ചുറ്റിനും ലേസ് പോലെയാണ് ഇരിക്കുന്നത്. നടുക്ക് മാത്രമേ ഉള്ളൂ ഇത്തിരി थिकनेस ആയിട്ട് വരുന്നത്. देखिए चारों तरफ लेस जैसा है. खाली अंदर में थोड़ा सा थिकनेस है. बहुत बढ़िया टेस्ट है. അടുത്തതും റെഡി ആയി കഴിഞ്ഞു. दोबारा डाला वो भी रेडी हो गया. देखिए
और दूसरा भी डालेंगे. നമുക്ക് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയത് ഈ കറിയുടെ കൂടെ കഴിക്കാവുന്ന പാലപ്പമാണ്. നമുക്കിനി വേറൊരു ടൈപ്പിലെ പാലപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോവാണ്. दूसरा टाइप का एक പാലപ്പം दिखाएंगे. അപ്പത്തിന്റെ മാവ് ഇതിനകത്തോട്ട് അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കും. പഴയതുപോലെ തന്നെ അപ്പത്തിന്റെ മാവ് ഒഴിച്ചു കൊടുക്കുക. पहले का जैसे ही അപ്പം का बैटर डालेंगे. बीच में डाल के बंद करके रख दीजिएगा. നമുക്ക് അടച്ചു നോക്കാം. നമുക്ക് തുറന്ന് നോക്കാം. നടുക്കത്തെ ഈ ഭാഗം നല്ലതായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് बीच का एक बैटर थोड़ा फूलने का टाइप हम लोग 1 टीस्पून चीनी डाल देंगे. सब तरफ स्प्रेड करके डाल दीजिएगा. നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഈ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 टीस्पून घी डाल रहे के बाद थोड़ा बंद करके അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് വെക്കാം. നമ്മുടെ ഈ അപ്പത്തിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് ഇവിടെ പിള്ളേർക്ക് ഞങ്ങൾ കൊച്ചായിരിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ മമ്മി ഉണ്ടാക്കി തരുന്ന ഒരു അപ്പമായിരുന്നു ഇത്. ഇതിൻ്റെ പേര് ഹണിയപ്പം. इसका नाम हनी अप्पम. देखिए बहुत बढ़िया टेस्ट है. बच्चा लोग बड़ा लोग सब लोग को बहुत पसंद हो जाएगा. ऐसे गरम गरम खा लीजिएगा, अच्छा लगेगा. നല്ല ചൂട് ചൂട് ഇത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. വലിയവർക്കും കൊച്ചു പിള്ളേർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അണിയപ്പം പാലപ്പവും മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ट्राई ചെയ്ത് നോക്കണം. केरला का स्पेशल पालपम और अंडा का करी है. बहुत बढ़िया टेस्ट है. सब लोग थोड़ा ट्राई करके देखिएगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.